ഇന്ന് ഞാനൊരു ജിമുക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പരിപാടി എനിക്ക് അത്ര പോരാ, എനിക്കറിയില്ല. എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പശ, ഇതിൻ്റെ മോൾഡ്, പിന്നെ ഇതിന് ചെറിയ ബോൾ ചെയിന്, പിന്നെ ഇതിന് സ്റ്റോൺ ചെയിന്, പിന്നെ കൊളുത്ത്, ഐപ്പിന്ന്, പേൾ, ഇതൊക്കെ വേണ്ടി വരും. അപ്പം ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ അറിയില്ല എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ബോൾ ചെയിന് ഇതിലോട്ട് ഞാനൊന്ന് ഘടിപ്പിക്കുകയാണേ. ഇതിൽ ഒരു ലെയർ മാത്രം ബോൾ ചെയിന് ഞാനിതിലോട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഞാനിതുവരെ ജിമ്മൊക്ക ഉണ്ടാക്കിയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് വർക്കാണ്. എൻ്റെ പശ ഇളകി പോകണം, കയ്യിൽ ഒട്ടിപ്പിടിക്കണം എൻ്റെ. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്തത് ഞാൻ ഇതിലോട്ട്, എല്ലാവരും ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് തോന്നും ഇതെന്ത് വളരെ ഈസിയാണെന്ന് തോന്നും. പക്ഷെ അല്ല, സ്വല്പ പ്രയാസമുണ്ട്. ഇതെല്ലാം ഒട്ടിപ്പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിൽ സ്റ്റോൺ ചെയിൻ ഇതിൽ ഘടിപ്പിക്കാൻ പോവുകയാണേ. ഇത് 2 ലെയറാണ്. ഇത് രണ്ട് ലെയർ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. പശ നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുക്കണം. ഇതേപോലെ ഒന്ന് 2 ലെയറും ചുറ്റിച്ച് ഇത് ഇനി അതുപോലെ ഒരു ലെയർ കൂടെ കട്ട് ചെയ്തെടുക്കണ്ട, അതിൽ കൂടെ ചേർത്ത് തന്നെ നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുകൊണ്ട് ചുറ്റിച്ച് കംപ്ലീറ്റ് വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്യണം. ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം ശരിയായിട്ടുണ്ട്. ഇനി അടുത്തത് ബോൾ ചെയിന് ഇനി വയ്ക്കണം. അപ്പം ബോൾ ചെയിന് അല്ല ഞാൻ വയ്ക്കുന്നത്, അതിന് പകരം അതിന് സ്റ്റോൺ ചെയിനിനെയാണ് ഞാൻ ഇനി അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവാം. അതിന് 5 ലെയറാക്കി വയ്ക്കാം. കംപ്ലീറ്റ് ഇത് ചുറ്റണം. ഞാൻ ഒന്ന് നോക്കട്ടെ ശരിയായി കാണുമെന്ന് എനിക്കൊരു അറിയില്ല. നോക്കട്ടെ എന്ന് വിചാരിച്ച് ഇത് ചെയ്യണേ. ഒരു നിസ്സാര സംഭവമല്ല. അപ്പം ഞാനിതൊന്ന് ആദ്യമായിട്ട് ചെയ്യണതല്ലേ, അപ്പം ഇത്തിരി പാട് കാണും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാണ്
മതി. ചെറുതായിട്ട് വച്ചെടുക്കുന്ന ഇളകി വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇന്നത് റെഡിയാക്കി എടുത്തിട്ടേ ഉള്ളൂ. നോക്കട്ടെ. അപ്പം ഞാൻ ഇന്നത് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തു. ഇത്രയും സെറ്റാക്കി. ഇനി ബാക്കി ഐ പിന്നെടുത്തിട്ടുണ്ട്, അതിലോട്ടൊരു പേള് ഞാൻ ഇതിലോട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മോൾഡിൻ്റെ അടിഭാഗത്തോട്ട് ഞാൻ അല്പം പശ ഒന്ന് ഞാൻ ചുറ്റിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഐപ്പിങ്ങും ഈ പേളുമായിട്ട് ഒന്ന് ഇതിലോട്ടൊന്ന് പുറത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഹോള് സ്വപ്പം വലുതാണ്. ആയാലും കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഈ ഒരു പേളൂടെ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി സ്വല്പം ഉണങ്ങി ഒന്ന് സെറ്റാവണം. അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിനോടൊരു കൊളുത്ത് ഇതിലോട്ട് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വളച്ചെടുക്കാം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഇതൊന്ന് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒന്ന് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. അല്പം പാടാണ് ഈ ചുറ്റാൻ. കമ്പി ഒന്ന് വളഞ്ഞ് പൈപ്പിനൊന്ന് വളഞ്ഞ് വിട്ടാൽ സ്വപ്പ. അപ്പം എൻ്റെ ജിമുക്ക എൻ്റെ പരിപാടി തീർന്നു, എല്ലാം ഫിനിഷിങ്ങായി. വേണ്ട ഇതൊന്ന് അല്ലാതെ ഞാൻ രണ്ട് ജിമുക്ക അല്ലാതെ ഈ മൊത്തം 3 ജോഡി ഞാൻ എൻ്റെ ആദ്യത്തെ വർക്കാണേ. അതുപോലെ വേറൊരു കളർ, ഇത് ബ്ലൂ കളർ. അങ്ങനെ മൊത്തം 3 ജോഡി ഞാൻ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.